ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SB ടെക് ആൻഡ് ടിപ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ ട്രൈപോഡിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിലെ ഏറ്റവും കുറഞ്ഞ പ്രൈസിനുള്ള, അതായത് 225 രൂപയ്ക്കുള്ള ഒരു ട്രൈപോഡാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. സാധനത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കറക്റ്റ് റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. 59 രൂപയാണ് ഡെലിവറി ക്യാഷ് ആയിട്ട് എനിക്ക് ഇതിൽ നിന്ന് അടയ്ക്കേണ്ടി വന്നത്. അപ്പം മുഴുവനായിട്ട് എനിക്ക് 289 രൂപ എനിക്ക് ഈ ട്രൈപോഡിന് വേണ്ടി കൊടുക്കേണ്ടതായിട്ട് വന്നു. 4 ദിവസം ഞാൻ ബുക്ക് ചെയ്ത് 4ാമത്തെ ദിവസത്തിനാണ് എനിക്ക് ഈ ട്രൈപോഡ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് അൺബോക്സിങ് വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ അതിൻ്റെ പാക്ക് അൺബോക്സിംഗ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ എന്താണ് ഫ്ലിപ്കാർട്ടിൻ്റെ സാധാ ഒരു പാക്ക് അൺബോക്സിംഗ് ഒക്കെയാണ്. ഓക്കെ, നമുക്കിതിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ. ട്രൈപോഡ് വന്നിട്ട് എന്താണ് ക്യാമറ ട്രൈപോഡ് നിക് ജോൺസ് എന്ന് പറയുന്ന ഒരു നിക് ജോൺസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ട്രൈപോഡാണ്, ക്യാമറ ട്രൈപോഡാണ് ഞാൻ മനസ്സിലായി. വിത്ത് 3 ആണ്. 3 എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു ആ മോഡലിൻ്റെ പേര് തന്നെയാണ്. 3 രീതിയിലോട്ട് നമുക്കതിൻ്റെ മാറ്റാൻ സാധിക്കുന്നതെന്ന് കാണിച്ചു തരാം ഈ വീഡിയോയിലോട്ട്. ഓക്കെ, ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് എടുക്കാനൊരു ബുദ്ധിമുട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്ലിപ്കാർട്ടിൻ്റെ ഇതാണ് കവർ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഈ കവർ ഇങ്ങോട്ടൊന്ന് മാറ്റാം. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമുക്കിടുന്ന ബോക്സ്. ഈ ബോക്സൊക്കെ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു സാധനത്തിന് ഒരു ക്വാളിറ്റി കുറവ് പോലെ എനിക്ക് തോന്നി. ഓക്കെ, നമുക്ക് ഈ ബോക്സ് ഒന്ന് തുറക്കാം. ഓക്കെ, ഇതിന് സെലോ ടേപ്പൊന്നും ഒട്ടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ സാധനത്തിന് ഓക്കെ ഇതാണ് അതിനുള്ളിൽ നമുക്കൊരു കവർ കിട്ടുന്നുണ്ട്. ഇതാണ് ആ ബോക്സ്. ഓക്കെ, കവർ വലിയ ക്വാളിറ്റിയുള്ള കവറല്ല. നമുക്ക് എല്ലാവർക്കും നമ്മുടെ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ആ തുണിസഞ്ചിയുടെ ഒരു ചെറിയ അതേ മെറ്റീരിയൽ തന്നെയാണ് ഈ കവറിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിന് മുമ്പായിട്ട് ഈ ബോക്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ, ട്രൈപോഡ് ഇതിൻ്റെ പേര് വന്നിട്ട് 3110 മെയ്ഡ് ഇൻ ചൈന മോഡലാണ്. 3 കാലുകളൊക്കെ ഉണ്ട്. ഓക്കെ, 3-വേ ഹെഡാണ്. 3 രീതിയിൽ അതിൻ്റെ ഹെഡിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ബിൽറ്റ് ഇൻ ലെവൽ 4" അലുമിനിയം ലെഗ്സ് ആണ്. ക്വിക്ക് ലെവർ ലോഡ്. ഓക്കെ, 1020 mm ഉയരം എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. 350 mm ഏറ്റവും മടക്കി വയ്ക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഓക്കെ, ക്യാമറയ്ക്കും സപ്പോർട്ടാവുമെന്ന് പറയുന്നു, എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, 3-വേ രീതിയിൽ തന്നെ നമുക്ക് മാറ്റാം. 4 സെക്ഷനായിട്ട്, അതായത് 4 രീതിയിൽ നമുക്ക് ഈ ലെഗ്സ് ഊരാൻ സാധിക്കും. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ക്വിക്ക് ലെവൽ റോഡ് ലെവലൊക്കെ ഉണ്ട് കേട്ടോ. ലെവൽ ലോക്കൊക്കെ ഉണ്ട്. റബ്ബർ, നമ്മുടെ ഈ സ്റ്റാൻഡ് ഏറ്റവും അടിവശം എന്ന് പറയുന്ന റബ്ബറാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ കവർ വന്നിട്ട് ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് വന്നിട്ട് തോന്നുന്നു അതെ, നമുക്ക് വന്നിട്ട് മൊബൈൽ വയ്ക്കുവാനുള്ള ഒരു ഹോൾഡറാണ്. മൊബൈൽ വയ്ക്കാനുള്ള ഒരു ഹോൾഡർ. ഞാൻ 2 കൈ വെച്ച് കാണിക്കണമെന്നുണ്ട്, പക്ഷേ ഒരു കയ്യിൽ മൊബൈൽ ഇരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇത് വന്നിട്ട് മൊബൈൽ വയ്ക്കുന്നതിനുള്ളതാണ്. ഓക്കെ, ഇത് വലിയ ഇതിൻ്റെ എനിക്ക് ഇത് പറയണമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി കുറവാണ്. ഇതിൻ്റെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഈ പൈസ 225 രൂപ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ക്വാളിറ്റിയുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ഉപയോഗിച്ചിട്ട് പറയാം. ഈ കവർ ഇനി നമുക്ക് ആവശ്യമില്ല. കവർ ഇതാണ്. ഓക്കെ, ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ട്രൈപോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അലുമിനിയമാണ്. അലുമിനിയം ലെഗാണ് ഇതിന് വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, പ്ലാസ്റ്റിക് നമ്മുടെ അതെ അത് തന്നെയാണ്. 225ൻ്റെ ക്വാളിറ്റി. കാരണം എന്ന് വെച്ചാൽ ഉള്ളിൽ ഇത് മുഴുവൻ പൊള്ളയാണ്, അകത്തൊന്നുമില്ല.
ഓക്കെ, നമുക്ക് ഈ ലെഗ് ഒന്ന് വലുതാക്കി നോക്കിയിട്ട് എൻ്റെ റിവ്യൂ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഇതിവിടെ ക്ലിപ്പായിട്ട് ഇട്ട് വയ്ക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൽ വന്നിട്ട് എനിക്കൊരു കാര്യം തോന്നിയത്, ഇത് റബ്ബറാണ് കേട്ടോ, ഇത് റബ്ബറാണ്. പക്ഷേ ഈ സംഭവം ഇത് ഏറ്റവും 4ാമത്തെ ലെഗ് നമ്മൾ ഊരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ നമ്മുടെ വിരൽ വെച്ച് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ കട്ടി നിങ്ങൾക്ക് കാണാവുന്നതാണ്. എനിക്ക് വലിയ ഇത് വളയുന്നു എന്നൊരു സംശയമുണ്ട്. എന്നാലും അത് നമുക്ക് ആ ലെഗ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത്രയും നല്ല നീളം കിട്ടുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും കണ്ടോ, ഒരു ക്വാളിറ്റി 225 സാധനത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. എന്നുവെച്ചാൽ നിങ്ങൾ വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട, അധികം വലിയ ബലമെന്നോ വലിയ ക്യാമറ താങ്ങുമെന്നോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഒരു ചെറിയ നമ്മുടെ മൊബൈൽ തൽക്കാലത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ക്വാളിറ്റി സാധനം മാത്രമാണ്. ഓക്കെ, സാധനം കണ്ടല്ലോ നിങ്ങൾക്ക്. ഇത് ഞാൻ റിവ്യൂ ആണ്, അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ്. റിവ്യൂ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒറിജിനലായിട്ട് എനിക്ക് അനുഭവപ്പെട്ട ആ കാര്യം 225 രൂപയുടെ സാധനത്തിൻ്റെ ക്വാളിറ്റിയാണ്. ഓക്കെ, ഇനി ഇതിനെ നല്ലതുപോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത്. ഓക്കെ, ഒരു കൈ ആയതുകൊണ്ട് ഭയങ്കര പ്രശ്നം. ഓക്കെ, നമുക്ക് 105 സെൻറ്റിമീറ്റർ ഉയരമാണ് വരുന്നത്. 105 സെൻറ്റിമീറ്റർ ഉയരവും 105 എന്ന് പറയുമ്പോൾ ഇനി ഇവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്യാൻ. ഓക്കെ, എനിക്കിതിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ നിവർത്തിയില്ല. ഓക്കെ, ഇതിൻ്റെ ഇവിടെ ഓക്കെ, ഷോ കാണുമല്ലോ ഇത്. ഓക്കെ, റെഡി മതി. ഓക്കെ, 105 സെൻറ്റിമീറ്റർ ഉയരമാണ് ഇതിന് വന്നിട്ടുള്ളത്. 41.34 ഇഞ്ച് ഉയരമാണ്. ഇനി നമുക്ക് ഇതിനൊന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. ഓക്കെ, റെഡിയായി. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രൈപോഡ്. ഇത് ട്രൈപോഡിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇത്രയുള്ള ട്രൈപോഡെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എങ്ങനെ നിന്നാൽ ഇപ്പം ഒരാൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അരയ്ക്ക് തൊട്ട് മുകളിൽ നമ്മളിങ്ങനെ നിന്നാലും ഈ റേഞ്ചിലോട്ടാണ് ഈ ഒരു ട്രൈപോഡ്. ഈ കസേരയുടെയൊക്കെ ലെവൽ, വാതിൻ്റെയൊക്കെ ലെവൽ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം ഗുണമുള്ള ഒരു ട്രൈപോഡ് തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇനി ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളിലോട്ട് വരുമ്പോൾ അലുമിനിയം ലെഗാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഇതൊക്കെ പുതിയ സാധനമാണ്. ഇത് കിട്ടി ഇനി നോക്കിയൊക്കെ വന്ന്. ഓക്കെ, നമുക്കിതിൻ്റെ നല്ല രീതിയിൽ സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല. ഇനി ഇതിൽ അവർ പുതിയൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു, 3-way സംവിധാനം. ഓക്കെ, നമുക്കത് നോക്കാം. ഓക്കെ, 3-way സംവിധാനം എന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ഫ്രണ്ട്സ്, എനിക്കിതിൽ പറയേണ്ട ഒരു കാര്യം, ഈ സാധനം ഇതൊന്നും പ്ലാസ്റ്റിക് ഒരു ക്വാളിറ്റി പോലും ഇല്ലാത്ത, അതായത് ഓക്കെ, ഒരു ക്വാളിറ്റി ഇല്ല. 225 രൂപയുടെ ക്വാളിറ്റി മാത്രമാണ്. ഓക്കെ, നമുക്ക് 3-way സംവിധാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ഈ രീതിയിൽ വെച്ച് നമുക്ക് ക്യാമറ വർക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ, രണ്ടാമത് ഈ സ്ട്രെയിറ്റ് 90 ഡിഗ്രിയിലോട്ട് വെച്ച് ക്യാമറ വർക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ, മൂന്നാമത് ഈ രീതിയിലോട്ട്. ഓക്കെ, 90 ഡിഗ്രി മാത്രം, 90 ഡിഗ്രി വരെ തന്നെയാണ്. നമുക്ക് ഇനി ഇതിനെ ലൂസാക്കിയാൽ ഇല്ല, ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതുവരെ വരുന്നുള്ളൂ അതിൻ്റെ കാര്യം. പിന്നെ ഇതിന് നമുക്കൊരു ലെവലുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എയർ ബബിൾ കാര്യങ്ങളൊക്കെ. ഓക്കെ, സെൻറ്റർ നിങ്ങൾക്ക് എൻ്റെ ക്വാളിറ്റി ഇതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. വലിയ ക്വാളിറ്റി എനിക്ക് തോന്നുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇത് ഒരു കുറ്റം പറച്ചിലായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. ഇത് എൻ്റെ റിവ്യൂ അഭിപ്രായമായിട്ടാണ്. ഓക്കെ, നമുക്കിനി ഇതിലൊരു മൊബൈൽ വെച്ചിട്ട് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ ഒരു മൊബൈൽ ഇത് വർക്കാകത്തില്ല. ഞാൻ ഇപ്പോൾ റിയൽമി 3 പ്രോയിലാണ് ഇത് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മൊബൈലിലോട്ട് ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഒരു കൈ ക്യാമറയിലോട്ടായതുകൊണ്ട് അടുത്ത വീഡിയോ ഇട്ട് എല്ലാം കിടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതിൽ നമുക്ക് ആ സ്ക്രൂ വരുന്ന ഭാഗത്തോട്ട് ഇതിനെ ഒന്ന് കറക്കാതെ, അങ്ങനെയല്ല കറക്കാനുള്ളത്, അതിൻ്റെ താഴെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, ഞാനൊന്ന് അതിൻ്റെ അടിവശത്തൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഞാൻ
ഓക്കെ, നമുക്ക് നമ്മുടെ ഫോണിനെ 3 രീതിയിലോട്ട്, അതായത് ഈ നമ്മുടെ ഹാൻഡിൽ വെച്ച് 3 രീതിയിലോട്ട്, ഒന്ന് ഈ ആംഗിൾ വെച്ച്, 2 ഈ ആംഗിൾ വെച്ച്, മൂന്നാമത്തത് ഈ ആംഗിൾ, ഇങ്ങോട്ടും ഫോൺ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി എൻ്റെ സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഓക്കെ, ഇനി ചാനലിൽ സീരിയലൊന്നും കാണുകയാണെന്ന് വിചാരിക്കില്ല. ഇപ്പോൾ ചാനൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ഇട്ടതാണ്. ഓക്കെ, നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് കറക്കാനും ഇതിൻ്റെ കാര്യങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും. പിന്നെ ഈ 225ൻ്റെ ക്വാളിറ്റി എന്ന് ഞാൻ പറയാൻ കാരണം ഇതാണ് ആ ക്വാളിറ്റി. നമുക്ക് പെട്ടെന്ന് കറക്കാൻ പറ്റത്തില്ല. ഒരു കുലുക്ക നമ്മൾ എവിടെയെങ്കിലും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് വച്ചിട്ടാണ് എങ്കിൽ നമ്മൾ നിൽക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. കണ്ട, അതിൻ്റെ ഒരു ക്വാളിറ്റി വ്യത്യാസം വരുന്നുണ്ട്. അതാണ് എനിക്ക് ഇതിന് മെയിനായിട്ട് തോന്നിയത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ 1-2 ഫോട്ടോസ് ഞാൻ ഇട്ടിരിക്കാം, കുറച്ച് ഡീറ്റെയിൽസ് ഇട്ടിരിക്കാം. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ, ഇത് സാധാ ലോ ക്ലാസ് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവർ 225 രൂപയ്ക്ക് ഇതിങ്ങനെ നമുക്ക് ലഭ്യമാക്കത്തില്ല. ഓക്കെ, ബാക്കി ഇങ്ങോട്ട് കാര്യങ്ങൾ, ലെഗ് ഓക്കെ, നല്ല ലെഗാണ്. നമ്മൾ സാധാരണ ടൈപ്പുള്ള ഇവിടെ ഒരു കൊളുത്തൊക്കെ ഉണ്ട്, അതൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഈ 4ാമത്തെ ലെഗ് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അതിന് നല്ല കട്ടി കുറവാണ് ആ ലെഗിന്. ഇതിലിപ്പോൾ 3 മോഡെന്ന് പറഞ്ഞിട്ട് 2 മോഡേ കാണാനുള്ളൂ. ഓക്കെ, നമുക്ക് അതൊന്നും നമ്മളെ വിഷയം. നമുക്കിപ്പോൾ എന്താണ്, ഞാനിപ്പോൾ വാങ്ങിച്ചത് യൂട്യൂബിൽ ചാനലിൽ വീഡിയോ ഇടാൻ വേണ്ടി നല്ല രീതിയിൽ എനിക്കിപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി എൻ്റെ ബുദ്ധിമുട്ട്. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ഇത്രയും പൈസ കുറച്ച് റേഞ്ചിലൊന്ന് വാങ്ങിച്ചത്. ഓക്കെ, നമുക്കതൊന്ന് സെറ്റ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാനിന്ന് അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.